ഹരേ കൃഷ്ണ. വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപരാ ഏകാദശിയെക്കുറിച്ചാണ്. മെയ് മാസം 13-ാം തീയതി ബുധനാഴ്ചയാണ് അപരാ ഏകാദശി. അപരാ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്, അതിനെക്കുറിച്ചാണ് വിശദമായി പറയുന്നത്. അതായത് നമ്മളുടെ പാപങ്ങൾ ഈ ജന്മത്തിലെയോ കഴിഞ്ഞ ജന്മത്തിലെയൊക്കെയോ നമ്മൾ ചെയ്തിട്ടുള്ള, അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടും. ഈ അപരാ ഏകാദശി വ്രതം എടുത്താൽ മോക്ഷം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപരാ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് അശ്വമേധ യജ്ഞം ചെയ്താൽ ലഭിക്കുന്ന ഗുണമാണ് ലഭിക്കുന്നത്. മാത്രമല്ല 1000 പശുക്കളെ ദാനമായി നൽകിയാൽ നമുക്ക് എത്ര പുണ്യമാണോ ലഭിക്കുന്നത്, ആ പുണ്യം ഈ അപരാ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ലഭിക്കും എന്നുള്ളതാണ്. അസുഖങ്ങൾ മാറുന്നതിന്, മനസ്സിൽ ഭയമുണ്ടെങ്കിൽ അത് മാറുന്നതിന്, ഭാഗ്യക്കേടുകൾ മാറിക്കിട്ടുന്നതിന് ഒക്കെ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അപരാ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി സമാധാനവും സന്തോഷവും ജീവിത വിജയവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഈ ചാനലിൽ ഇഷ്ടമാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ പറയാറുണ്ട്, അടുത്ത ദിവസത്തെ വ്രതങ്ങൾ പൂജകൾ മുൻപത്തെ ദിവസം തന്നെ അറിയിക്കണമെന്ന്. ചില യാത്രകളൊക്കെ ആയതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ വൈകിപ്പോയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാ ഏകാദശി വ്രതങ്ങൾക്കും ഒരു വ്രത മാഹാത്മ്യ കഥയുണ്ടാവും. ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്ത കഥകളാണ് ഇതൊക്കെ തന്നെ. അപരാ ഏകാദശിയെക്കുറിച്ചുള്ള വ്രത മാഹാത്മ്യ കഥ എന്ന് പറയുന്നത് വളരെ ചുരുക്കി പറയാം. 1000 വർഷങ്ങൾക്ക് മുമ്പ് മഹിദ്വജ് എന്നൊരു രാജാവുണ്ടായിരുന്നു. വളരെ നല്ലതുപോലെ പ്രജകളെയൊക്കെ സ്നേഹിച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവായിരുന്നു മഹിദ്വജ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വജ്രധ്വജ് എന്ന് പറഞ്ഞാൽ ഒരാളുണ്ടായിരുന്നു. ഈ സഹോദരൻ എങ്ങനെയെങ്കിലും ഈ മഹിദ്വജ് രാജാവിൽ നിന്നും അദ്ദേഹത്തിനെ കൊന്ന ആ സ്ഥാനം, കൊന്നാലല്ലേ അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ, കൊന്നിട്ട് ആ സ്ഥാനം എടുക്കണം, രാജാവ് എന്നുള്ള പദവി എടുക്കണം എന്നുള്ളതായിരുന്നു. അയാൾക്ക് രാജാവാകുന്നതിന് വേണ്ടി ഒരു ദിവസം ആരും അറിയാതെ ഈ മഹിദ്വജ് മഹാരാജാവിനെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടുപോയി ഒരു ആൽമര ചുവട്ടിൽ കുഴിച്ചിടുകയും ചെയ്തു. ദുർമരണമായതുകൊണ്ട് തന്നെ രാജാവിന് മോക്ഷം ലഭിക്കാതെ ആ ആൽമരത്തിൽ തന്നെ പ്രേതമായി രാജാവ് വസിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ധൗമി മഹർഷി ആ ആൽമര ചുവട്ടിലെത്തുകയും അവിടെ ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ധൗമി മഹർഷി മഹാരാജാവിൻ്റെ ആ ഒരു പ്രേതത്തിനോട് സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മഹർഷി അപരാ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അതിൻ്റെ പുണ്യം രാജാവിന് നൽകുകയും ചെയ്തു. അങ്ങനെ അപരാ ഏകാദശി വ്രതത്തിൻ്റെ പുണ്യത്താൽ രാജാവിന് മോക്ഷം കിട്ടി എന്നാണ് കഥ. ഈ പ്രാവശ്യം അറിയാലോ, നാളെയാണ് ബുധനാഴ്ചയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ച മുതൽ തന്നെ നമ്മൾ ഒരിക്കലായിരിക്കണം, ഇന്ന് വ്രതത്തിലായിരിക്കണം. ഇന്ന് ഈ വീഡിയോ ഇടുന്നത് വളരെ വൈകിയാണ്, എങ്കിലും നിങ്ങളെല്ലാവരും ഇന്ന് വ്രതത്തിലാണ് എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന നിമിഷം മുതൽ നിങ്ങളത് പാലിച്ചു തുടങ്ങുക. ഒരിക്കലെന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്കാണ്, 2 മണിയോടുകൂടിയാണ്. അപ്പം നാളെയാണ് അവസാനിക്കുന്നത്, അതും നാളെ ഉച്ചയ്ക്കാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നും നാളെയും തുളസി ഇലകൾ പറിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ പൂജയ്ക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഇന്ന് 2 മണിക്ക് മുമ്പായിട്ട്, അതായത് 2:30-ക്ക് മുമ്പായി നിങ്ങൾ പറിച്ചു വെക്കണം. വീഡിയോ വരുമ്പം വൈകും, അതുകൊണ്ട് നിങ്ങൾ കടകളിൽ നിന്ന് തുളസി കിട്ടുമല്ലോ, അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്താണെങ്കിലും ഇന്നും നാളെയും ഒരു കാരണവശാലും തുളസി ഇല പറിക്കരുത്. അപ്പോൾ നാളെ അതികാലെ രാവിലെ തന്നെ സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളിച്ച് വീട്ടിൽ നിലവിളക്ക് 5 തിരിയിട്ട് ഭദ്രദീപം കത്തിച്ച്, കൂടാതെ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉള്ളവർക്ക് ഒരു തുളസി മാല വാങ്ങി ചാർത്താം. അതായത് ഇന്ന് തുളസിയില പറിക്കാൻ പറ്റാത്തവർക്ക് തുളസി ഈ പൂക്കളൊക്കെ വിൽക്കുന്ന കടയിൽ നിന്നാണെങ്കിലും തുളസിയില കിട്ടും, അത് വാങ്ങി കെട്ടിയിട്ടെങ്കിലും ഒരു മാല ചാർത്തുക. അല്ലെങ്കിൽ കിട്ടിയ മാല ക്ഷേത്രങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടും, വാങ്ങി ചാർത്തുക.
അതും പറ്റിയില്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ടുള്ള മാല, മഞ്ഞ പൂക്കളുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള മാല ചാർത്തി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാവുന്നതാണ്. നമുക്കറിയാവുന്ന ഏതൊരു നാമവും ചൊല്ലാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഇതൊക്കെ ഒരു 108 തവണ ചൊല്ലുന്നത് വളരെ നല്ല ഫലങ്ങൾ കിട്ടും. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് 108 തവണ ചൊല്ലുന്നത് വളരെ നല്ല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. വിഷ്ണു സഹസ്രനാമം അറിയാവുന്നവർക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാവുന്നതാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ മുടി മുറിക്കുക, നഖം വെട്ടുക എന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പകൽ ഉറക്കവും പാടില്ല. പിന്നെ ഏകാദശി വ്രതം അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം അനുഷ്ഠിക്കേണ്ടത്. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വ്രതം എടുക്കാൻ പറ്റും. അത് സാധിക്കുന്നവർ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പാലും പഴവും കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇതൊന്നും സാധിക്കാത്തവർക്ക് ലഘുഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. ലഘുഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അരിയാഹാരം കഴിക്കാൻ പാടില്ല. അരി, ഗോതമ്പ്, പരിപ്പ്, പയറ് വർഗ്ഗങ്ങളൊന്നും തന്നെ, ചെറുധാന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ, കിഴങ്ങ് കഴിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുക എന്തൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ ചൗവരി കഴിക്കാം, കപ്പലണ്ടി കഴിക്കാം, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാം, പച്ചക്കറികൾ കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം, പാലും പഴങ്ങളും കരിക്കിൻ വെള്ളം ഇതൊക്കെ തന്നെ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഏകാദശി വ്രതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ്. അതായത് ഏകാദശിയുടെ അവസാനത്തെ 15 നാഴിക, അതായത് ഏകദേശം ഒരു 6 മണിക്കൂർ സമയമാണ്. അതുപോലെ ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 15 നാഴികയും ചേർന്നുള്ള 12 മണിക്കൂർ സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം കൂടിയാണ്. മാത്രമല്ല ഹരിവാസര സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ഭൂമിയിലുണ്ടാവും എന്നാണ് വിശ്വാസം. ഹരിവാസര സമയത്ത് വ്രതം മുറിക്കുന്നത് വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലം നഷ്ടപ്പെടുമെന്നാണ്. ഇപ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് മെയ് 13-ാം തീയതി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള 12 മണിക്കൂർ സമയമാണ്. വ്രതം അവസാനിപ്പിക്കുന്നതും ഏകാദശി വ്രതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. വ്രതം അവസാനിപ്പിക്കുന്നതിന് പാർണ വിടുക എന്നാണ് പറയുന്നത്. തുളസി തീർത്ഥം സേവിച്ച് പാർണ വിടുന്നതാണ്. പാർണ വിടേണ്ട സമയം അറിയാമല്ലോ, ആ ഹരിവാസര സമയം കഴിഞ്ഞിട്ടുള്ള 14-ാം തീയതി മെയ് 14-ാം തീയതി രാവിലെ 6 മുതൽ നിങ്ങൾക്ക് ഒരു 8:30 വരെയുള്ള സമയത്താണ് പാർണ വിടേണ്ടത്. ഈ അപരാ ഏകാദശി വരുന്നത് വൈശാഖ മാസത്തിലാണ്. വൈശാഖ മാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ വൈശാഖ മാസത്തിലെ 2ാമത്തെ ഏകാദശിയാണിത്. ഈ ഏകാദശിയിൽ ഭഗവാൻ മാവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ വരും. നമുക്ക് അരിപ്പൊടി, ശർക്കരയും നെയ്യും കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്താണ് മാവിളക്കുണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ മാവിളക്ക് കൊളുത്തി വയ്ക്കുന്നത് വഴി നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം മാറുകയും രോഗങ്ങൾ മാറുകയും എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യവും ആ വീട്ടിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശേഷ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഏകാദശി പോലുള്ള വിശേഷ ദിവസങ്ങളിൽ ഭഗവാന് മാവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ആ വീട്ടിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും. അമ്മമാർക്ക് കുട്ടികൾക്ക് വേണ്ടിയും ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് വേണ്ടിയും മാവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. മാവിളക്ക് കൊളുത്തി ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 108 തവണ ചൊല്ലുകയും വേണം. ഏകദേശം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ജീവിതത്തിലൊരു വലിയ മാറ്റമുണ്ടാകും. ഏകാദശി ദിവസം വീടിനടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെ ഏതൊരു അവതാരമൂർത്തി ക്ഷേത്രത്തിൽ പോയി ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നതും നമുക്ക് സാധിക്കുന്ന വഴിപാടുകൾ നടത്തുന്നതും വളരെ നല്ല ഫലങ്ങൾ നൽകും. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്തം നടത്തുന്നത് വളരെ ഉത്തമമാണ്. പാൽപ്പായസം വഴിപാട് നടത്തുന്നത് ഇതൊക്കെ വളരെ വളരെ നല്ലതാണ്. ഏതൊരു ഏകാദശി വ്രതവും ദിവസവും രാവിലെ തുളസിക്ക് ജലം സമർപ്പിച്ച് 3 പ്രദക്ഷിണം വയ്ക്കുന്നതും സന്ധ്യയ്ക്ക് തുളസി ചുവട്ടിൽ ഒരു നെയ്ദീപം കൊളുത്തി വളരെയധികം പുണ്യമാണ് ഇത്രയും ചെയ്യുന്നത്. 3 പ്രദക്ഷിണം വെച്ചൊരു നെയ്ദീപം വൈകുന്നേരം കൊളുത്തുന്നത് വളരെ നല്ലതാണ്. ഡെയിലി നമ്മൾ തുളസിക്ക് ഒരു ദീപം തെളിയിക്കാൻ പറ്റിയാൽ മഹാഭാഗ്യം. രാവിലെ തുളസി ദേവിക്ക് 3 പ്രദക്ഷിണം വെച്ച് ജലം സമർപ്പിച്ച് പ്രസീത തുളസീദേവി പ്രസീത ഹരിവല്ലഭേ, പ്രസീത തുളസീദേവി പ്രസീത ഹരിവല്ലഭേ, ക്ഷീരോധനോത്ഭുതേ തുളസിത്വം നമാമ്യഹം. ഈ ഒരു നാമം ചൊല്ലാവുന്നത്, ഈ നാമം ചൊല്ലാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ചൊല്ലി 3 തവണ പ്രദക്ഷിണം വയ്ക്കാവുന്നതാണ്. നിങ്ങൾ ആ നാമം ചൊല്ലണം എന്നില്ല, കാരണം അത് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ പറഞ്ഞ് വേണം 3 പ്രാവശ്യം
ചുറ്റുവെക്കാവുന്നത്. നെയ്ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ തന്നെ വേണം. തുളസി ചൂട്ടിൽ കൊളുത്തി വെക്കുന്ന നെയ്ദീപം നിങ്ങളുടെ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളെ കൊണ്ടുവരും എന്നാണ്. തുളസി ദേവിക്ക് തുളസിയുടെ ചുവട്ടിൽ നിങ്ങൾക്ക് ഒരു തുളസി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു തറ വാങ്ങിക്കുകയോ, ഒരു ചെറിയ പോട്ട് പോലെ കിട്ടും, അത് വാങ്ങിച്ച് അതിനകത്ത് തുളസി നട്ട് അതിന് ഡെയിലി ജലം സമർപ്പിച്ച് ഈ വൈകുന്നേരം ഒരു ദീപവും കൂടി കൊളുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു 30 ദിവസം ചെയ്തു നോക്കൂ. അതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം നമ്മളോട് പറഞ്ഞാൽ മതി. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മറ്റൊരാൾക്കും സാധിച്ചെടുക്കാൻ പറ്റാത്ത പലതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വയത്തമാക്കാൻ പറ്റും. ഈ ഏകാദശി വ്രതം എന്തെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞ രീതിയിലൊന്നും നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ പറ്റിയില്ലെങ്കിൽ മത്സ്യമാംസ്യങ്ങൾ ഒഴിവാക്കി നമ്മൾ പൂർണ്ണ ശുദ്ധതയോടെ ശരീരശുദ്ധി, മനഃശുദ്ധിയും വാക്ശുദ്ധിയും എല്ലാതോടും കൂടി തന്നെ നിങ്ങൾ ഏകാദശി വ്രതം എടുക്കുന്നു എന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നു ആ നിമിഷം തന്നെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുളിച്ച് ശുദ്ധമായി നിങ്ങൾ നാളത്തെ ഏകാദശിക്ക് വേണ്ടി തയ്യാറാവുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊന്നും പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? മത്സ്യം മാംസം ഒന്നും കഴിക്കാതെ ഏകാദശി വ്രതമാണെന്ന് മനസ്സിൽ കരുതി തുളസി തീർത്ഥം കുടിച്ചുകൊണ്ട്, പിന്നെ തുളസി ദേവിക്ക് ജലം സമർപ്പിച്ചുകൊണ്ട്, നെയ്വിളക്ക് തെളിയിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ തുടങ്ങിയ മന്ത്രങ്ങൾ 108 ഉരു ജപിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി രാവിലെ ഭദ്രദീപം 5 തിരിയിട്ട് ദീപം തെളിയിക്കുക. രാവിലെയും വൈകിട്ടും ദീപം തെളിയിച്ച് ഭഗവാനൊരു മാലയും ചാർത്തി ഭഗവാന് പ്രാർത്ഥിക്കുക. അതും ഒരു ഏകാദശി വ്രതം നിങ്ങളെടുത്തതിൻ്റെ ഫലം കിട്ടും. പറഞ്ഞ രീതിയിലൊന്നും പറ്റാത്തവർക്ക് ഈ രീതിയിലും എടുക്കാം. നിങ്ങൾ അങ്ങനെ എടുക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പുണ്യത്തിന് ഒരു കുറവും വരില്ല. പൂർണ്ണ സംതൃപ്തിയോട് ഭഗവാൻ നിങ്ങളുടെ വ്രതത്തെ കൈക്കൊള്ളും. നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്നും കൂടി കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങളിത് ചെയ്യാൻ പറ്റുന്നവർ കഴിവതും, അതായത് ശരീരശുദ്ധിയുള്ള മാസം മുറയൊന്നും അല്ലാത്ത എല്ലാവരും തന്നെ അവരാ ഏകാദശി എടുത്ത് ജന്മപുണ്യം നേടുക. നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലും ഈ ജന്മത്തിലും ചെയ്ത പാപം നമുക്ക് പോകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടമ്പയാണ് അത്. കാരണം പാപമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ അതിന് മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. ഇതൊക്കെ ഉള്ളൂ നമുക്ക് വഴി. അതുകൊണ്ട് എല്ലാവരും തന്നെ അവരാ ഏകാദശി വ്രതം അനുഷ്ഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ ലക്ഷ്മി. ഹരേ കൃഷ്ണ.